ിലേക്ക് സ്വാഗതം. ആടുജീവിതത്തിൻ്റെ 18-ാം ദിവസം മിന്നിക്കുന്ന പ്രകടനം തന്നെയാണ് സിനിമ കാഴ്ചവെച്ചിരിക്കുന്നത്. ഏകദേശം 700-നടുത്തുള്ള ഷോകളാണ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. 689 ഷോകൾ ട്രാക്ക് ചെയ്യപ്പെട്ടപ്പോൾ 1,21,000-ന് മുകളിലുള്ള ജനങ്ങൾ ഈ സിനിമ കണ്ടതായി ട്രാക്കേഴ്സ് അഭിപ്രായപ്പെടുന്നു. 76% ഒക്യുപ്പൻസിയിൽ 173ഓളം ഹൗസ്ഫുൾ ഷോസുകൾ വന്നപ്പോൾ 181ഓളം ഓൾമോസ്റ്റ് ഫുൾ ഷോകളും ഒപ്പം കളക്ഷൻ വന്നത് ഇന്നലത്തേനേക്കാളും 15% മുകളിൽ. അതായത് ഇന്നലെ ഫൈനൽ കളക്ഷൻ വന്നത് 1,58,00,000 രൂപയായിരുന്നു എന്ന്, അതായത് 2.5 കോടിക്ക് അടുത്ത് എന്ന് തന്നെ പറയാം. ഇന്ന് അതേ സമയത്ത് വന്നിരിക്കുന്നത് 1,75,30,000 രൂപയാണ്. അതായത് ഇന്നലത്തേനേക്കാളും 15 ലക്ഷം എന്ന് പറയുമ്പോൾ ഇന്ന് 2.5 കോടിക്ക് മുകളിലാണ് സിനിമ. തുടർച്ചയായി എല്ലാ ദിവസങ്ങളിലും 2.5 കോടിക്ക് മുകളിൽ തന്നെയാണ് ഈ സിനിമ നേടിക്കൊണ്ടിരിക്കുന്നത്. ഇതിനോടകം തന്നെ വേൾഡ് വൈഡിൽ നിന്ന് സിനിമ 150 കോടി ക്ലബിലേക്ക് എത്തിയിരിക്കുകയാണ്. കേരളത്തിൽ നിന്ന് മാത്രമായി 66 കോടി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ഇന്നും സിനിമയ്ക്ക് 3.5-4 കോടിക്ക് മുകളിലാണ് വേൾഡ് വൈഡ് ആയിട്ടുള്ള കളക്ഷൻ. ഒരു പക്ഷേ അതിന് മുകളിലായിരിക്കാം. എന്തായാലും അപ്ഡേറ്റുകൾ കാര്യങ്ങളൊന്നും കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായിട്ട് വേൾഡ് വൈഡ് കളക്ഷനിൽ വന്നിട്ടില്ല. ഒരു പക്ഷേ 150 കോടിയുടെ കളക്ഷൻ റിപ്പോർട്ടുകളായിരിക്കാം പുറത്ത് വരുന്നത്, അല്ലെങ്കിൽ 175 കോടി എന്നുള്ളതായിരിക്കാം. എന്തായാലും ആടുജീവിതം എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം മികച്ച സിനിമയാണ്. ഇന്നും 3ഓളം സിനിമകൾ തിയേറ്ററിൽ നിറഞ്ഞോടുമ്പോൾ അതിന് മുകളിൽ ഈ ഒരു സിനിമ പ്രകടനം നടത്തണമെങ്കിൽ നമ്പർ 1 പൃഥ്വിരാജ് എന്നുള്ളതിന് യാതൊരു സംശയമില്ല. യൂത്ത് വിങ്ങിൽ ഇന്ന് നമ്പർ 1 പൃഥ്വിരാജ് തന്നെ. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിലും സപ്പോർട്ട് ചെയ്തണം. ഗ്രേറ്റ് മീഡിയാസ്.